Hello everyone, welcome to my new video. This video is about a dinner with our guide. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ക്രിസ്റ്റി സാർ ഞങ്ങളെ ഡിന്നറിന് പുറത്ത് കൊണ്ടുപോയി ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ ഈവനിങ് ഔട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പുത്തൻതോപ്പ് ബീച്ചിലേക്കാണ് പോയത്. കഴക്കൂട്ടം ഭാഗത്താണ് ഈ പുത്തൻതോപ്പ് ബീച്ച് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലെത്തി. ന്യൂ ഇയർ ജസ്റ്റ് കഴിഞ്ഞ ടൈമാണ്, അത് കാരണം ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞങ്ങളെല്ലാവരും സംസാരിച്ച് കുറച്ച് ബീച്ചിൽ വെള്ളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ബീച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബിജോയ് പഫർ ഫിഷിനെ സ്പോട്ട് ചെയ്തു. അവൻ അതിനെടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം കടലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ബീച്ചിൽ നടന്നിട്ട് അവിടുന്ന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ ലൈറ്റൊക്കെ ഇട്ട കഫേയിൽ കയറി. അവിടുന്ന് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. പിന്നെ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ സുപ്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ മൊത്തം ന്യൂ ഇയറും ക്രിസ്മസും കഴിഞ്ഞതുകൊണ്ട് തന്നെ വഴിയിലെ രണ്ട് സൈഡും മൊത്തം ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റഡ് ആണ്. ഈവൻ വീടുകളും ഷോപ്പുകളും ഒക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റഡ് ആണ്. ഈ ഒരു വലിയ സ്റ്റാറൊക്കെ തൂക്കി വെച്ചായിരുന്നു, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചേർച്ചുകളും പോകുന്ന വഴിക്ക് നിറയെ ചേർച്ചുകളുണ്ടായിരുന്നു. ചേർച്ചുകളും നല്ല ഭംഗിയിൽ ഡെക്കറേറ്റഡ് ആയിരുന്നു. ആദ്യം എല്ലാവരും സൂപ്പാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് പോളോ അല്ല ഡിയാവോള എന്ന് പറഞ്ഞ പിസ്സയാണത്. അപ്പോൾ ഈ പിസ്സ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് സീസർ സാലഡാണ്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രൈഡ് റൈസാണ്. തായ് ഫ്രൈഡ് റൈസും പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രൈഡ് റൈസും, പേര് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. സാറിൻ്റെ കൂടെ ഞങ്ങൾ മൊത്തം 8 സ്റ്റുഡൻസ് ആണുള്ളത്. PhD ചെയ്യുന്ന 2 പേരുണ്ട്, ബാക്കി MSc ചെയ്യുന്നവരും MTech ചെയ്യുന്നവരും. അങ്ങനെ ഡൈനിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഡെസേർട്ട് കഴിക്കാൻ പുറത്ത് പോകാമെന്നാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ അമൂലിലേക്കാണ് പോണത്. അപ്പോൾ അമൂൽ ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അമൂലെത്തി. അമൂലിൽ എത്തിയപ്പോൾ ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓരോരോ ഫ്ലേവർ ഓർഡർ ചെയ്ത് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. രാകേഷ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് സൺഡേ ആണ്. സോബിനൊരു വിയേർഡ് ഫ്ലേവർ ഓർഡർ ചെയ്തതാണ്. ഗുവാവ ചില്ലി ആയിരുന്നു അത്. ഇത് മസ്മലൻ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് വാഫിളിൻ്റെ മുകളിൽ ഒരു ഫ്ലേവർ ഓഫ് ഐസ്ക്രീം, ഏത് ഫ്ലേവറാണെന്ന് മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തു. നല്ല വൈബായിരുന്നു. ആ വൈബ് എത്രത്തോളം വേർഡ്സിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വിഷ്വൽസ് ആണ് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് 3 സ്പ്ലിറ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വിഷ്വലാണ്. ജസ്റ്റ് അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചേർച്ചിൽ 2024 സ്റ്റാർസ് വെച്ച് ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവർ ലൈറ്റെല്ലാം ഓഫാക്കി സ്റ്റാർസ് എല്ലാം ഊരുന്ന ടൈമായിരുന്നു. അത് കാരണം ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഇന്നത്തെ ഈ ഒരു ഡിന്നർ ഔട്ട് വാസ് എ ഹാപ്പി ആൻഡ് എ ഹാപ്പനിങ് ഡേ. കാരണം സാറിൻ്റെ കൂടെ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓക്വേർഡ് ആകുമോ, സാറിൻ്റെ കൂടെ എന്താ ഡിസ്കസ് ചെയ്യുക. പക്ഷെ സാറ് നമ്മൾ പറയുന്ന ടോപ്പിക്സിലാണെങ്കിലും എല്ലാറ്റിലും ഒരു ബാരിയർ ഇല്ലാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓക്വേർഡും അല്ലായിരുന്നു. ഇറ്റ് വാസ് എ ഹാപ്പി ഗുഡ് വൈബ് ഈവനിങ് ഔട്ട്. സോ സ്റ്റാർസൊക്കെ ലൈറ്റ് കൂരിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. So that's about this happy vlog. So if you like my videos, do subscribe to my channel. Thank you for watching. Bye bye.